ഓക്കെ, സോ ഹായ് ഗൈസ്. വളരെ സന്തോഷത്തോടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെ ചാനൽ അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് തികച്ചിരിക്കുകയാണ്. സോ 1K എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് എനിക്കറിയാം. ഒരു ചെറിയൊരു കൗണ്ട് ആണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു വലിയൊരു കൗണ്ടാണ്. കാരണം 1000 പേര് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യമാണ് ഞങ്ങൾക്ക്. സോ താങ്ക്സ് ടു യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവിങ് ആൻഡ് സപ്പോർട്ട്. സോ ഇത്രയും കാലം നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരു വളരെ നന്ദിയുണ്ട്. സോ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെയുള്ള നല്ല ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ബൈ ദ വൈ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരുന്ന ഒരു ആനിമെ സീരീസ് ഉണ്ടായിരുന്നു. അതിപ്പോൾ കണ്ട് ഞാൻ കഴിഞ്ഞിരിക്കുകയാണ്. സോ ആ ഒരു സീരീസിന്റെ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. സോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദി ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ബ്ലാക്ക് ക്ലോവർ. സോ ഗൈസ്, ബ്ലാക്ക് ക്ലോവർ കണ്ടു തുടങ്ങിയപ്പോൾ ഒരുപാടധികം നറൂട്ടോയുടെ ഒരു റെഫറൻസ് അടിച്ചിട്ടുള്ള ഒരു ആനിമെ തന്നെയായിരുന്നു ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്നത്. എന്താണോ നമ്മൾ നറൂട്ടയിൽ കണ്ടിട്ടുള്ളത് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുപോലൊക്കെ ഒരുപാട് റെഫറൻസ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്റ്റോറിയിലും ഒക്കെ ചെറിയ ചെറിയ സാമ്യങ്ങളുള്ള ഒരു സീരീസ് തന്നെയായിരുന്നു ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സീരീസിൽ മൊത്തം 170 എപ്പിസോഡുകളാണുള്ളത്. ആൻഡ് അതുകൊണ്ട് തീർന്നിട്ടില്ല, ഇനിയും ഇതിന്റെ എപ്പിസോഡുകൾ ഇറങ്ങാനുണ്ട്. എന്നാൽ എന്ത് പറ്റി ഇറങ്ങാത്തതെന്ന് അറിഞ്ഞൂടെ. 2021 മറ്റോ ആണ് ഇതിന്റെ എപ്പിസോഡുകളോ സിനിമ ഏതാണ്ട് ലാസ്റ്റായിട്ട് ഇറങ്ങിയത്. സോ എന്തുകൊണ്ട് ഇത് ഇറങ്ങിയില്ല എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ 2025 ഇറങ്ങും എന്നും ഞാൻ ഇങ്ങനെ കേട്ടു. അത് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഒന്നും വന്നതല്ല. സോ ഈ കണ്ട 170 എപ്പിസോഡുകൾ ഒരു എന്താ പറയുക, ഒരു വേറെ റേഞ്ച് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയണം. കാരണം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് നറൂട്ടോയിൽ ഒരുപാട് റെഫറൻസുകളൊക്കെ ആയിരിക്കാം. ഈ പറയുന്ന പോലെ എന്താ പറയുക, നറൂട്ടോ എന്ന് പറയുന്നത് ആ ഒരു വേൾഡിൽ തന്നെ ഏറ്റവും വീക്കായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ആ ഒരു പേഴ്സണിന്റെ ഒരു ഡ്രീം ഉണ്ട്. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആ പേഴ്സൺ നയിക്കുന്ന ഒരു എന്താ പറയുക യാത്രയാണ് പുള്ളിയുടെ കഥ, അല്ലെങ്കിൽ ആ ഒരു ജീവിതമാണ് നമ്മൾ ആ ഒരു നറൂട്ടോ എന്ന് പറയുന്ന സീരീസിലൂടെ കാണുന്നത്. അങ്ങനെ അതേപോലെ തന്നെയാണ് ഈ ഒരു വേൾഡിലും. ഇതിന്റെ അകത്ത് ആസ്റ്റ എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്. ആൻഡ് അതിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഒരു വേൾഡിനെ കുറിച്ച് ഒന്ന് പറയാം. ഇതൊരു മാജിക്കൽ വേൾഡ് ആണ്. ഇവിടെ ഫുൾ ഓൺ മാജിക്കലി ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും മാജിക് ഉണ്ട്. ആൻഡ് ഇവിടെ മാജിക് ഇല്ലാതെ ജനിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരുമാതിരി എന്താ പറയാ, അവരെ ഒന്ന് അടിച്ചമർത്തിട്ടേക്കാന്ന് തന്നെ പറയണം. അവർക്ക് അവിടെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവരെ അവിടെ പോർട്രേ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ആ ഒരു മാജിക്കൽ വേൾഡിലോട്ട് വരുന്ന രണ്ട് കുട്ടികളാണ് ആസ്റ്റയും യോനോയും. യോനോയ്ക്ക് ജന്മന മാജിക്കൽ പവേഴ്സ് ഉണ്ട്. എന്നാൽ ആസ്റ്റയ്ക്ക് അങ്ങനെ എടുത്തു പറയാനും മാത്രമല്ല, ആ ഒരു ക്യാരക്ടറിന് മാജിക്കൽ പവേഴ്സ് ഇല്ല. അതേപോലെ തന്നെ ഇവരുടെ മാജിക്കൽ പവേഴ്സ് എല്ലാം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഗ്രിമോർ എന്ന് പറയുന്ന ബുക്ക്, ഒരു മാജിക്കൽ സ്പെൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് ഗ്രിമോർ എന്ന് പറയുന്നത്. ഈ ബുക്ക് ബേസ് ആയിട്ടാണ് ഇവിടെ ഈ പറയുന്ന പോലെ ഈ മാജിക് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ മോസ്റ്റ്ലി എല്ലാവർക്കും ഈ പറയുന്ന പോലെ 3 ലീഫുള്ള ഗ്രിമോറുകളാണ് ഉള്ളത്. ആൻഡ് അവിടെ നിന്നും 4ാമത്തെ ലീഫ് ഗ്രിമോർ എന്ന് പറയുന്നത് ലക്കിനെ സൂചിപ്പിക്കുകയും 5ാമത്തെ ലീഫ് ഗ്രിമോർ എന്ന് പറയുന്നത് ഡെവിളിനെ സൂചിപ്പിക്കുക എന്നാണ് പറയുന്നത്. സോ അതിനെപ്പറ്റി ഒന്നും ഒരുപാട് ഞാൻ പറയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 1 ലൈൻ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. അതിന്റെ അകത്ത് വേണമെങ്കിൽ പറയുന്ന കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്പോയിലർ വരാത്ത രീതിയിൽ 1 ലൈൻ പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ ചെയ്ത്, നമ്മളിപ്പോൾ വൺ പീസിന്റെ ഒരു വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുവേണ്ടി അതുപോലെ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതി. സോ അങ്ങനെ ആ ഒരു വേൾഡിൽ മാജിക് ഒന്നും ഇല്ലാതെ ജനിക്കുന്ന ഒരു കുട്ടി ആയതുകൊണ്ട് തന്നെ ആസ്റ്റയ്ക്ക് കുഞ്ഞിലെ പോലെ തന്നെ ഒരുപാട് തരത്തിലുള്ള അവോയ്ഡ്നെസ് ഫീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ പോലും ഈ ക്യാരക്ടർ ഒട്ടും വിട്ടുകൊടുക്കാതെ ആ നാട്ടിലെ വിസാർഡ് കിങ് ആവണമെന്നുള്ള ഒരു ഒറ്റ ഡ്രീമിനെ വേണ്ടിക്ക് ആ ക്യാരക്ടർ വർക്ക്ഔട്ട് ചെയ്യുകയും ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുകയും തുടർന്ന് ഈ ഒരു ക്യാരക്ടറിന് 5 ലീഫ് ഗ്രിമോർ കിട്ടുന്നതും പിന്നീട് നടക്കുന്ന സംഭവപരമായ കഥകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കാണുന്നത്. ആൻഡ് ഈ ഒരു 5 ലീഫ് ഗ്രിമോർ കിട്ടുമെന്ന് എഴുതി പുള്ളിക്ക് മാജിക്കൽ പവേഴ്സ് കിട്ടും എന്നല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. വേണമെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ആ വീഡിയോ ചെയ്യാൻ ഞാൻ പറഞ്ഞതിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. സോ തുടർന്ന് ആസ്റ്റ എന്ന് പറയുന്ന ഒരു പയ്യൻ വിസാർഡ് കിങ് ആവാൻ വേണ്ടി നയിക്കുന്ന ഒരു യാത്രയാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ലൈഫാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ കാണുന്നത്. ആൻഡ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഈ പറയുന്ന പോലെ നോൺ ഫാന്റസി ആയിട്ടുള്ള ആനിമേസും സിനിമകളും ഒക്കെ ആയിരുന്നു ഒരുപാട് കണ്ടുകൊണ്ടിരുന്നത്. നോർമൽ ആയിട്ടുള്ള കുറേ സിനിമകളും സീരീസുകളും ഒക്കെ തന്നെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതെല്ലാം. സോ അതുകൊണ്ട് തന്നെ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഒരു ഫാന്റസി സീരീസ് ആയിരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു ഫാന്റസി സീരീസ് കാണണം എന്ന് താല്പര്യത്തോടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന ബ്ലാക്ക് ക്ലോവറിനെ കുറിച്ച് അറിയുന്നതും കാണാനായി തുടങ്ങുന്നത്. ആൻഡ് ഒരുപാട് ഫാന്റസി സീരീസുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്ന സാധനം എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിന്റെ ഒരു എന്താ പറയുക, 1 ലൈനും കാര്യങ്ങളും ഒക്കെ ഞാൻ ആദ്യമേ അറിഞ്ഞ സമയത്ത് ഞാൻ കരുതി ഇതൊരു ഹാരി പോട്ടർ പോലൊക്കെ ആയി പോകുമോ എന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചെങ്കിൽ തന്നെ, എന്നാൽ ഹാരി പോട്ടറിൽ നിന്നും വളരെയധികം ഡിഫറൻറ്റ് ആയിട്ടുള്ള രീതിയിൽ ഓൾമോസ്റ്റ് ചില കാര്യങ്ങൾ മാത്രം ഈ പറയുന്ന ഹാരി പോട്ടറിലുള്ള പോലെ ഒരുപാട് ഹൗസസ് ഉണ്ട്, ഇവിടെ
ഇവിടെ വരുമ്പം അത് സ്ക്വാഡുകളാണെന്ന് മാത്രം. അങ്ങനെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഒരിക്കലും ഒരു ഹാരി പോട്ടർ ടച്ചിൽ എത്തിക്കാതെ ഇവരുടേതായിട്ടുള്ള വേൾഡിൽ പറഞ്ഞു പോകുന്ന ടൈപ്പ് ഒരു കഥയാണ്. ആ ഒരു വേൾഡിലും പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവിടുത്തെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് കാണിക്കാൻ പറ്റിയിരിക്കുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്നത്. അതിന് ഇതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്ന കോമഡീസ് ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും എല്ലാം എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ അത്യാവശ്യം നല്ല സീരീസുകളല്ലായിരുന്നു ഞാൻ കണ്ടത്. ആൻഡ് എല്ലാ സീരീസും തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഞാനൊരു ലോങ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും തൃപ്തികരമായിട്ടില്ലായിരുന്നു ആ ഒരു സീരീസ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഒക്കെ ആദ്യമേ ചെയ്യണം എന്ന് കരുതിയാണ്. പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ചെയ്ത് വെറുതെ അലമ്പാക്കണ്ടെന്ന് കരുതിയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാഞ്ഞത്. സോ അതിന് കൊടുത്ത് പിന്നെ സമയവും കിട്ടിയില്ല ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി. അത് വിട്ടേക്കാം. സോ അത് കണ്ടിട്ട് ഒരു ബ്രേക്ക് എടുത്ത് ഈ ഒരു സീരീസ് കണ്ടോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് വല്ലാതെ അത് ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടു. സോ അത്യാവശ്യം നല്ലൊരു സീരീസ് തന്നെയാണ് ഈ പറയുന്ന ബ്ലാക്ക് ക്ലോവർ എന്ന് പറയുന്നത്. അതിന് പറയുന്ന ബ്ലാക്ക് ക്ലോവറിന് ഒരു 170 എപ്പിസോഡുള്ള ഒരു സീരീസും പിന്നീട് ഒരു സിനിമയാണ് ഉള്ളത്. ആ ഒരു സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഗംഭീര സിനിമ, ഒരു ഗംഭീര ആനിമേഷനിൽ വന്നിട്ടുള്ള ഒരു വേറെ ലെവൽ സിനിമ തന്നെയാണ്. ഇതിന്റെ സീരീസിനും ഓഫ് കോഴ്സ് നല്ലൊരു ആനിമേഷൻ വർക്കുകളൊക്കെ തന്നെയാണ് കൊടുത്തത്. ആൻഡ് ടോട്ടലി നോക്കുവാണെങ്കിൽ വെർത്ത് ടു വാച്ച് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആകെ കൂടെ എനിക്ക് ഇതിന്റെ ഒരു നെഗറ്റീവും തോന്നിയത് ഇതിന് അങ്ങോട്ടുള്ള എപ്പിസോഡ്, ഇനിയുള്ള എപ്പിസോഡുകൾ എന്താണ് ഇവന്മാർ ഇറക്കാത്തത് എന്നുള്ളതാണ്. പക്ഷെ എന്താണ് ഇറക്കാത്തത്? നല്ല നല്ല സാധനങ്ങളൊക്കെ ഇവന്മാരുടെ കയ്യിലുണ്ട്, ഇറക്കത്തില്ല. ഇതിന്റെ 170 എപ്പിസോഡിൽ ഒരു കിടിലിനെ ട്വിസ്റ്റി കൊണ്ട് നിർത്തിയിട്ട് ഇവന്മാർ നിർത്തി വെച്ചേക്കുന്നത്. ഇത് ഇറക്കിക്കൂടെ ഇവന്മാർക്കൊന്ന് എന്തോന്നത്. അതേപോലെ ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ടത്, ഇതിന്റെ അകത്ത് എനിക്ക് ഫാൻ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാപ്റ്റൻ യാമി. എന്താ പറയാ, ഇനിയൊരു വേറെ വിഷയം പിടിച്ചൊരു ക്യാരക്ടറാണ്, വേറെ ലെവലാണ്. മച്ചാന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതൊക്കെ അങ്ങ് പീക്കിലാണ്. പുള്ളി ഒരു സ്ക്വാഡ്, ഇതിന്റെ അകത്ത് ബ്ലാക്ക് ബുൾസ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡ് ഉണ്ട്. ഈ ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണ് ഈ പറയുന്ന ആസ്റ്റയുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബുൾസ് ആണ്. ഇവരുടെ എല്ലാം ക്യാപ്റ്റൻ ആണ് ഈ പറയുന്ന ക്യാപ്റ്റൻ യാമി എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ക്യാപ്റ്റൻ ആണെങ്കിൽ പോലും ക്യാപ്റ്റന്റേതായിട്ട് ഒരു ഇത് പുള്ളിക്കില്ല. പുള്ളി ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണെന്ന് പോലുള്ള ബോധം പുള്ളിക്കില്ലാത്ത രീതിയിലൊക്കെയാണ് ചില സമയത്തുള്ള പുള്ളിയുടെ പെരുമാറ്റങ്ങളൊക്കെ. ഒരുപാടധികം കോമഡീസ് കൊണ്ടുവരുന്നതും പുള്ളിയുടേതായിട്ടൊരു ഫണ്ണുണ്ട്. പുള്ളി വേറൊരു ലോകത്താണ്. പുള്ളിയുടേതായിട്ടൊരു ലോകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമാണ് പുള്ളിയുടെ. ഒരു എന്താ പറയാ, ഒരു വിഷയം ക്യാരക്ടറാണ് ഇത്. സോ ഇതേപോലെ മറ്റൊരു ക്യാരക്ടർ ഉണ്ട്, ലേഡി മെറോലിന എന്ന് പറയും. എന്താ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. പലരും പറയുന്ന സിനിമയ്ക്കകത്തും സീരീസിന്റെ അകത്തും ആനിമേഷൻ്റെ അകത്തൊക്കെ ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ അങ്ങനെ പറയുന്നവരുടെ മോണയ്ക്കൊക്കെ ഓർമ്മ കൊടുത്തിട്ട് ഈ ഒരു സീരീസ് എടുത്ത് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ ഒരു ക്യാരക്ടർ, പുള്ളിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പുള്ളിക്കാരുടെ ഒരു സ്ട്രോങ്നെസ് ഉണ്ട്, പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരിയുടെ തരുന്ന ഒരു ഓറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിഫറൻ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സീരീസിൽ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 2 ക്യാരക്ടേഴ്സ് ആണ് ഈ പറയുന്ന പോലെ ലേഡി മെറോലിനെയും ക്യാപ്റ്റൻ യാമിയും. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ വിസഡ് കിങ് ആയിട്ടുള്ള ജൂലിയസ് ഉണ്ട്, പുള്ളിക്കാരന് വിഷയമാണ്. അങ്ങനെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്യാപ്റ്റൻ വെഞ്ചൻസ്, ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, വേറെ ലെവലാണ്. ഈ ഒരു സീരീസ് എനിക്കൊന്നും അടുത്ത ട്രാക്കിലോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടെ കൊണ്ടുവന്നത് ഇവരൊരു ട്രാക്ക് മാറ്റുന്നതിന് ഈ പല ക്യാരക്ടേഴ്സിനും ഉപയോഗിച്ച് തന്നെയാണ്. അതേപോലെ തന്നെ എനിക്ക് ഇതിനകത്തൊരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയെന്ന് പറയാം, ഈ ഒരു സീരീസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ആസ്റ്റയും യൂനോ എന്ന് പറയുന്ന 2 പിള്ളേരെ കാണിച്ചുകൊണ്ടാണ്, ഈ പിള്ളേരെ ഫോക്കസ് ചെയ്താണ് ഈ സീരീസ് മുന്നോട്ട് പോകാനായി തുടങ്ങുന്നത്. എന്നാൽ ഈ ഒരു സീരീസ് തുടങ്ങി ആദ്യത്തെ ഒരു 10 എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ തന്നെ പിന്നീട് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് ആസ്റ്റ എന്ന് പറയുന്ന ക്യാരക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്താണ് ഈ സീരീസ് പോകുന്ന ഒരു രീതി. സോ അത് മാത്രമാണ് എനിക്ക് ഈ ഒരു സീരീസിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നത്. ആൻഡ് സീരീസ് തുടങ്ങിയ സമയത്ത് ആസ്റ്റയ്ക്ക് യൂനോയ്ക്കും സെയിം പ്രാധാന്യം ഉണ്ടെങ്കിൽ തന്നെ യൂനോയ്ക്ക് പ്രാധാന്യം ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ആസ്റ്റയ്ക്ക് കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം യൂനോയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതിനകത്തെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആസ്റ്റ ആണെങ്കിൽ പോലും പലപ്പോഴും ഇവരൊരു ആസ്റ്റ ആൻഡ് യൂനോ എന്നുള്ള രീതിയിലോട്ടാണ് ഇവർ കാണിച്ച് തരാൻ ശ്രമിച്ചിട്ടുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും യൂനോയെ ഒരുപാട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാതെ പോകുന്ന രീതിയിൽ, പലയിടങ്ങളിലും തൊട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്ന രീതിയിൽ ഈ ക്രിയേറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അത് വൃത്തികേടാണോ എന്ന് ചോദിച്ചാൽ ഈ സീരീസിന് ഒരു വൃത്തികേടായിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു ഭാഗം. ഇപ്പം എല്ലാത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് കാണും. ഈ വീഡിയോ കാണുന്നവർ പോലും പലർക്കും നെഗറ്റീവ് എന്തിയടാന്ന് നോക്കിയിരിക്കുന്ന കുറച്ച് പേരുണ്ടാവും. സോ അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു നെഗറ്റീവ് സൈഡായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് മാത്രമാണ് യൂനോയെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് കാണിക്കാൻ പറ്റും. അതിന് യൂനോയുടെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആരാണ് യൂനോ, അല്ലെങ്കിൽ യൂനോയുടെ പുറകുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യം പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ തന്നെയും കുറച്ചും കൂടെ അധികം സ്ക്രീൻ ടൈം ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. അതിന് അതൊരു ഞാൻ പറഞ്ഞാൽ തന്നെ അത്രയ്ക്കധികം ഒരു വൃത്തികേടായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അതായത് സീരീസിൽ എനിക്കത് ബാധിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാമായിരുന്നു, ഇച്ചിരി കൂടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് മാത്രം എനിക്ക് തോന്നി. ആൻഡ് ടോട്ടലി ഒരു വെർത്ത് ടു വാച്ച് ആണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡ്രീംസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസ് ഒക്കെ കാണാൻ നല്ലതാണ്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാൻ എനിക്കുള്ളത്. ഒരു ചെറിയൊരു റിവ്യൂ, എൻ്റെ ഒരു അഭിപ്രായം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ ഒരു 1 ലൈൻ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മതി. സ്പോയിലർ ഇല്ലാത്ത രീതിയിൽ, ഇതിൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ മാത്രം നടക്കുന്ന കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്പോയിലറോട്ട് പോവാത്ത രീതിയിൽ ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഇതുപോലെ വൺ പീസിന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സ്പോയിലറിലൊന്നും തട്ടാതെ നിങ്ങൾക്ക് എന്താണെന്ന് ആ ഒരു ഓവറോൾ വേൾഡ് എന്താണ്
ഓവറോൾ ആ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലൊരു വീഡിയോ നമ്മൾ വൺ പീസിന് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ അതുപോലെ ഒരു വീഡിയോ ഇതിനും ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ ഉള്ളത് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനെ എത്തുകയുള്ളൂ. സോ ഇതിൽ നല്ലൊരു എപ്പിസോഡ് കാണാവുന്ന പ്രതീക്ഷയോടെ ദിസ് ഇസ് മീ യുവർ ബ്രദർ ആദിയ ഇൻ സൈൻ ഔട്ട് വിത്ത് AK Sport മലയാളം.